ഇന്നത്തെ വീഡിയോയിൽ ഈ റൗണ്ട് മാറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മാജിക് റിംഗ് ഇട്ട് 14 ഡബിൾ ക്രോഷ്യ ആ റിങ്ങിനകത്ത് ചെയ്യണം. ആദ്യം 3 ചെയിൻ എടുത്ത് ബാക്കി 13 ഡബിൾ ക്രോഷ്യ ഈ റിങ്ങിനകത്ത് ചെയ്യണം. ഫസ്റ്റ് റൗണ്ട് ഇവിടെ 14 ഡബിൾ ക്രോഷ്യ ഇട്ട് കംപ്ലീറ്റ് ചെയ്ത്, ഇനി സെക്കൻഡ് റൗണ്ട് ഓരോ ഡബിൾ ക്രോഷ്യേൻ്റെ ഇടയിൽ ഈ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് 28 ഡബിൾ ക്രോഷ്യ ചെയ്യണം. പിന്നെ ആദ്യം 3 ചെയിൻ സ്റ്റിച്ചിട്ട് സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അങ്ങനെ ഓരോ ഗ്യാപ്പിലും ഓരോ ഡബിൾ ക്രോഷ്യയുടെ ഇടയിലും 2 ഡബിൾ ക്രോഷ്യ വീതം റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റായി. മൂന്നാമത്തെ റൗണ്ടിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ആദ്യം രണ്ടാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത്, ഇനി മൂന്നാമത്തെ റൗണ്ടിൽ 3 ചെയിൻ സ്റ്റിച്ച് എടുക്കുക. ഇതിന് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് എടുത്തിട്ട് ഒരു ചെയിനും കൂടി എടുക്കണം. എന്നിട്ട് സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത്, ഇനി 2 ചെയിൻ എടുത്ത് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ വിട്ട് ആ ഗ്യാപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ചെയിൻ എടുക്കുക. അടുത്ത 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത റൗണ്ടിൽ ഈ 2 ഡബിൾ ക്രോഷ്യനകത്ത് 4 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 4 ഡബിൾ ക്രോഷ്യ വീതം ഈ റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ എടുക്കുക. എന്നിട്ട് സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ. വീണ്ടും 2 ചെയിൻ എടുത്ത് ഇതിൽ 4 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ വീണ്ടും 2 ചെയിൻ എടുത്ത് ഇതിൽ 4 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നാലാമത്തെ റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും 3 ചെയിൻ എടുത്ത് ഈ 4 ഡബിൾ ക്രോഷ്യൻ്റെ ഇടയിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് 2 ചെയിൻ എടുക്കുക. വീണ്ടും ഇതിൽ 4 ഡബിൾ ക്രോഷ്യ, 2 DC, ഒരു ചെയിൻ, 2 DC എന്നുള്ള രീതിയിൽ
വീണ്ടും 2 ചെയിൻ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 5ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 6ാമത്തെ റൗണ്ടും വീണ്ടും ഈ 4 ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിൽ വീണ്ടും 2 DC, ഒരു ചെയിൻ, 2 DC എന്നുള്ള രീതിയിൽ ചെയ്യുക. അന്നേരം ഈ ചെയിൻ കൂട്ടി ഇടണം, ഒരേ ചെയിൻ കൂട്ടി ഇടണം. അങ്ങനെ 2 റൗണ്ട് ചെയ്യണം. ഈ റൗണ്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യും. ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് ഇത് സെൻറ്ററിലേക്ക് ഇനി ഈ ഗ്യാപ്പിൽ 11 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യയ്ക്ക് ശേഷം 5 ചെയിൻ എടുക്കുക. ഈ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. വീണ്ടും 5 ചെയിൻ എടുത്ത് ഈ ഗ്യാപ്പിൽ 11 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റായി. ഇനി ഇതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യാം. വീണ്ടും 3 ചെയിൻ എടുക്കുക. ഈ ഓരോ ഡബിൾ ക്രോഷ്യയുടെ ഇടയിലും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഇതിൽ മൊത്തം 10 ഡബിൾ ക്രോഷ്യ ആ രീതിയിൽ ചെയ്യണം. ഇതൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടെടുത്ത് ഒരു എക്സ്ട്രാ ഒരു ചെയിൻ എടുത്ത് അടുത്തതിനുള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ, അടുത്തതിനുള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം 5 ചെയിൻ എടുത്ത് ഇതിൽ 4 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഇതിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ചെയിൻ. അങ്ങനെ ഇതിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും 5 ചെയിൻ എടുത്ത് ഈ എല്ലാ ഗ്യാപ്പിൻ്റെ ഇടയിലും ഓരോ ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഈ റൗണ്ട് ഇതിലും ചെയ്യണം. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം.
ഇതിലടുത്ത് നെക്സ്റ്റ് റൗണ്ടിൽ ഈ ചെയിൻ എടുത്ത് ഈ ഓരോ ഗ്യാപ്പിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഓരോ ഗ്യാപ്പിലും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്ന രീതിയിൽ ഇതിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തതിന് ശേഷം 4 ചെയിൻ എടുത്തിട്ട് ഈ ഓരോ ഗ്യാപ്പിലും 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ചെയ്യുക. വീണ്ടും 4 ചെയിൻ എടുത്ത് ഈ ഓരോ ഗ്യാപ്പിലും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 4 ചെയിൻ എടുത്ത് ഈ ഓരോ ഗ്യാപ്പിലും ഓരോ ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഇതിൽ എല്ലാ ഗ്യാപ്പിലും ചെയ്യണം. ഇതിൽ എല്ലാ ഇതിലും ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയിൻ എടുത്ത് ഈ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഈ ഗ്യാപ്പിൽ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ എടുക്കുക. വീണ്ടും ഈ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ വീണ്ടും 4 ചെയിൻ എടുത്ത് ഇതിൽ ഓരോ ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഇടവിട്ട് ചെയ്യണം. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഇവിടെ ജോയിൻ ചെയ്ത് ഓരോ ഗ്യാപ്പിലും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ വീതം ഓരോ ഗ്യാപ്പിലും ചെയ്യുക. ഈ ഗ്യാപ്പിലെല്ലാനും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ ഇതിൽ ചെയ്യുക. ഇതിൽ വീണ്ടും 4 ചെയിൻ എടുത്ത് ഇതിൽ 4 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഇതിൽ ചെയ്യുക. ഈ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഈ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഇതിലും ചെയ്യുക. വീണ്ടും 4 ചെയിൻ എടുത്ത് ഇതിൽ ഓരോന്നിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്ത റൗണ്ടിൽ ഈ ഗ്യാപ്പിൽ ഓരോ ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ എടുത്ത് ഇതും ഇങ്ങനെ ചെയ്യണം. ഇതിൽ 4 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഇതിലും ഈ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, ഈ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, ഇതിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഈ റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു പോകണം. അങ്ങനെ ലാസ്റ്റ് ഈ ഡിസൈൻ ഇതുപോലെ കുറഞ്ഞ് കുറഞ്ഞ് ഇതുപോലെ വരും. ഇത് വീതി കൂടി കൂടി ഇതിങ്ങനെ വീതി കൂടി കൂടി ഇതുപോലെയും ചെയ്ത് വരണം. ഇനി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാറ്റ് ഇവിടെ കംപ്ലീറ്റായി. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.